പതിവ് പോലെ ഫ്രഷായി കോമ്പൗണ്ടിലുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഖത്തറിൽ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോഴാണ് പ്രഭാതത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. വീട്ടിൽ തിരിച്ചെത്തി ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തു. പള്ളിയിൽ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. ജോലി അന്വേഷിച്ച് ഖത്തറിൽ വന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കീറ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു കൊണ്ടുപോയി കൊടുത്തു. ഇന്ന് ജിമ്മ് പോയില്ല, ഔട്ട്ഡോർ വർക്കൗട്ടാണ് ചെയ്തത്. ഐമിൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല വാശിയിലായിരുന്നു. അവനെ പപ്പായി തന്നെ സ്കൂളിൽ കൊണ്ടുവിടണമെന്ന് അവൻ വാശി പിടിച്ചു. ഇന്ന് കുറച്ച് ഫ്രീ ആയതുകൊണ്ട് തന്നെ വൈഫിനെയും കൂട്ടി ബിക്കിനർ വാലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബിക്കിനർ വാല എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ്. ഓഫീസിലേക്ക് കുറച്ചുകൂടെ ഫർണിച്ചർ വാങ്ങാനുണ്ടായിരുന്നു. ABC ഐഡിയൽ ഹോംസിൽ നിന്നാണ് ഞങ്ങൾ ഫർണിച്ചർ മുഴുവൻ എടുത്തത്. ഷഹീൻ അവിടുത്തെ ഒരു സെയിൽസ് മാനേജറാണ്. ഷഹീൻ എപ്പോഴും നല്ല സർവീസാണ് തരാറുള്ളത്. അതുകൂടാതെ നല്ല കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. ഇന്ന് രാവിലെ ആർജ അപ്പുണ്ണി വിളിച്ചിരുന്നു. റേഡിയോ സുനയിൽ 2 മണിക്കായിരുന്നു വിസിറ്റ് പ്ലാൻ ചെയ്തത്. ആർജ അപ്പുണ്ണി ഹോസ്റ്റ് ചെയ്യുന്ന ലിലു സ്മാർട്ട് ടോക്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആർജ അപ്പുണ്ണിയും അമീർ അലിയും നല്ല സുഹൃത്തുക്കളാണ്. അവർ അവരുടെ പുതിയ അറബിക് FM റേഡിയോയും അതിലെ ടീം അംഗങ്ങളെയും പരിചയപ്പെടുത്തി. ആ സമയത്ത് അവരുടെ സ്പോൺസറും അവിടെ ഉണ്ടായിരുന്നു. റേഡിയോസിൽ നിന്നും ഓഫീസിലേക്ക് പോയി. അസർബൈജാനിൽ നിന്നുള്ള ഒരു ക്ലയൻറ്റും ലിയോയും എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചു. വീട്ടിലെത്തി ഫ്രഷായി നാളത്തേക്കുള്ള പ്ലാനുകൾ ഷെഡ്യൂൾ ചെയ്തു ഉറങ്ങാൻ കിടന്നു. പതിവ് പോലെ പുതിയ കാഴ്ചകളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ്.